ഡോക്ടർ ഉന്മേഷ് ഇപ്പോൾ ഏത് സർവകലാശാലയിൽ നിന്നാണ്? എൻ്റെ കുറച്ച് വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാം. കാലടി ആണ്. ഇനി അങ്ങോട്ടുള്ള കാലം ഉന്മേഷ് അറിയപ്പെടാൻ പോകുന്ന ഡോക്ടർ ഉന്മേഷ് എന്നായിരിക്കും. ഓക്കെ, വിത്തൗട്ട് പേഷ്യൻസ്. ഓ അല്ല ആസ് എ ജേർണൽ ഹി മസ്റ്റ് ഹാവ് പേഷ്യൻസ്. പക്ഷേ യു വോണ്ട് ഹാവ് പേഷ്യൻസ് റിയലി. അതെ, കാലടിയിൽ നിന്നാണ്, സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ്, ശ്രീശങ്കരാചാര്യരുടെ മണ്ണിൽ നിന്നാണ്. അതെ അതെ അതെ. അപ്പോൾ PhD കാലടി പതിഞ്ഞു. പതിഞ്ഞു. അത് കൊള്ളാം. പുതിയ റൈറ്റ് ഡൗൺ. അപ്പം എന്തിലായിരുന്നു അത്? മലയാളത്തിലെ ആത്മകഥാ സാഹിത്യമായിരുന്നു. ഇടതുപക്ഷ ആത്മകഥകളിലെ ആഖ്യാന കർത്തൃത്വം എന്ന് പറയുന്നതായിരുന്നു സബ്ജക്ട്. അത് ആരെങ്കിലും ഫോക്കസ് ചെയ്തിരുന്നു? അതോ അത് ജനറൽ ആയിട്ടുള്ള കാടടച്ചങ്ങ് വെടിവെച്ചത്? അല്ല, അത് നമ്മൾ ഫോക്കസ് ചെയ്യും. 5 ആത്മകഥകളെ മുൻനിർത്തി. ഏതൊക്കെയായിരുന്നു? അതുകൂടെ പറഞ്ഞാൽ പ്രേക്ഷകർ കുറച്ചുകൂടെ തിട്ടം വരാൻ സാധ്യത. EMSന്റെ ആത്മകഥ, AKGയുടേത്, KR ഗൗരിയമ്മ, തോപ്പിൽ ബാസി, PK വാസുദേവൻ നായർ, ഇത്രയും ആത്മകഥകൾ. ഇതെല്ലാം വേറൊരു സൈഡിലോട്ട് പോകുന്ന ആത്മകഥകളാണല്ലോ. നമ്മൾ ഇടതുപക്ഷ ആത്മകഥകൾ എന്നാണ് പരിഗണിച്ചത്. അങ്ങനെയാണ്. അറിയപ്പെടാത്ത EMS ആണോ? അല്ല, അറിയപ്പെടുന്ന EMS. അപ്പുകുട്ടൻ വള്ളിക്കുന്നിന്റെ ആത്മകഥയല്ല എഴുതിയിരിക്കുന്നത്. വേണു, അതിനെക്കുറിച്ച് എന്താ? ഇങ്ങനൊരു തീസിസ് എഴുതി രാവുകൾ പകലാക്കി ഒരു PhD സ്വന്തമായി നേടിയ ആളാണ്. മതല 24 ലഭിക്കുന്ന ആദ്യത്തെ PhD ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഒരു മാർഗദീപമായി മാറുമോ അതോ വിളക്കണക്കുമോ? വിളക്കണക്കില്ല. നമ്മുടെ എല്ലാം കൺഗ്രാജുലേഷൻസ് ഉന്മേഷ്. അപ്പോൾ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഈ ഡോക്ടർ ഉന്മേഷ് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ബ്രാൻഡിങ് അല്ല, ഉന്മേഷിന് ഓൾറെഡി ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. ഉന്മേഷ് വിത്ത് ശിവരാമൻ, ഉന്മേഷ് ശിവരാമൻ എന്നായിരുന്നു ബ്രാൻഡിങ്. അച്ഛൻ വീട്ടിൽ നിന്ന് അച്ഛന് പക്ഷേ സങ്കടമാണുള്ള എല്ലാ സാധ്യതയും. പക്ഷേ മകൻ വലിയ PhD കാരനായി. അത് കേൾക്കുമ്പോൾ ഒരു അഭിമാനം ഉണ്ടാകും. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പം നല്ല സമയമാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ മകന്റെ ഈ PhD നമ്മൾ അങ്ങ് ആഘോഷിക്കുന്നു അല്ലേ? ഡോക്ടർ ഉന്മേഷ് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ നരേന്ദ്രപ്രസാദ് സാർ പണ്ട് പറഞ്ഞായിരുന്നു ഒരു സിനിമയിൽ, അതായത് ശോഭം കൊണ്ട് മനസ്സ് കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് പറയാനുള്ള നല്ല ഭാഷ ഇംഗ്ലീഷാണെന്ന്. അപ്പം ഇദ്ദേഹത്തിന് PhD കിട്ടിയത് നമുക്ക് സന്തോഷം മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ ഈ ഉന്മേഷിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് ഇനിയും PhD ഇവിടെ വിളയാൻ സാധ്യതയുണ്ടോ? ക്രിസ്ത്യന ചേച്ചി PhD ചെയ്യുന്നുണ്ടായിരുന്നു. അത് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ 2-3 തവണ ശ്രമിച്ചു നോക്കി. എനിക്ക് പറ്റാത്ത പണിയെന്ന് മനസ്സിലായി. ഞാൻ അവസാനിപ്പിച്ചു. ഇത് ഇടയ്ക്കൊന്ന് മുടങ്ങിപ്പോയെന്ന് വെച്ചാൽ ഈ മാധ്യമ രംഗത്തേക്ക് വന്നപ്പോൾ മുടങ്ങിപ്പോയത്. പിന്നെ ഞങ്ങളുടെ ഒരു പുതിയ HOD വന്നു, ലിസി മാത്യു എന്ന് പറഞ്ഞ ലിസി ടീച്ചർ. അപ്പോൾ ടീച്ചർ ആ സമയത്ത് യൂണിവേഴ്സിറ്റി ഓർഡർ ഇറക്കി 10 കൊല്ലം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇന്ന് നമ്മൾ പറയുന്ന പോലെ PhD സബ്മിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ടീച്ചർ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി, നിങ്ങൾ പരമാവധി ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ടീച്ചർക്ക് വാക്ക് കൊടുത്തു, ഞങ്ങൾ പരമാവധി നോക്കുമെന്ന്. അപ്പോൾ ടീച്ചറാണ് പിന്നെ എൻ്റെ ഗൈഡായിട്ട് മാറിയത്. അങ്ങനെയാണ് വളരെ വേഗത്തിൽ കാര്യമുണ്ട്. ഒരു കാര്യം, ഈ കാലടി സർവകലാശാലയെ ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുകയും അതൊക്കെ ഇവിടെ നമ്മളെ ഡെസ്കിൽ ന്യൂസ് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. അത് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഗോപിച്ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടാകേണ്ട സംഭവം എന്താണെന്നുള്ളത്. ഒരു ആത്മകഥ എഴുതും അന്ന് അപ്പോൾ എഴുതാം. ഇനിയിപ്പോ PhD കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ പറയാം. ആരെ കുറിച്ചെങ്കിലും വാർത്ത കൊടുത്തിട്ട് പിന്നാലെ പോയി PhD വാങ്ങിച്ചു. അവിടെ വ്യക്തിപരമായിട്ട് ആരെയും ഒന്നും പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അത്. ഒരു വാർത്ത നമ്മൾ കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട അത്. പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്തൊരു വാർത്തയായിരുന്നു. പക്ഷെ നമ്മുടെ ഒക്കെ ചാനലുകൾ ആ വാർത്ത കൊടുത്തു. ഒരു ആൻസർ പേപ്പർ എല്ലാവരും കൊടുത്തു. ആ വാർത്ത ഒരുപാട് ചാനലുകൾ ക്യാരി ചെയ്ത വാർത്തയാണ്. PhD കിട്ടി എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ സന്ദേശം വന്നാണോ അതോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണോ? അല്ല, അത് എൻ്റെ ഗൈഡ്, അത് സിൻഡിക്കേറ്റിന്റെ ഓർഡർ ഇറങ്ങും. അപ്പോൾ PhD കിട്ടി എന്ന് പറഞ്ഞപ്പം മനസ്സിലുണ്ടായ ഇരമ്പൽ എന്തായിരുന്നു? ഇരമ്പൽ പ്രത്യേകിച്ച് അങ്ങനെ ഇരമ്പലൊന്നും ഉണ്ടായില്ല. ഇല്ല, സന്തോഷം. മനസ്സിലൊന്നും ഇല്ലേ? അല്ല, നമ്മളിത് ഇങ്ങനെ വരുന്നുണ്ട്, നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പ്രതീക്ഷിച്ചെന്നാണ് ഇരുന്നത്. അപ്പോഴാണ് ഓർഡർ ഇറങ്ങി. അപ്പം സന്തോഷം. ഈ കട്ട് ആൻഡ് പേസ്റ്റ് ആണ് PhD എന്ന് പറയുന്നല്ലോ പല ആൾക്കാരും. അവിടുന്ന് വെട്ടി ഇവിടെ ഒട്ടിക്കുക, ഇവിടുന്ന് വെട്ടി അങ്ങോട്ട് ഒട്ടിക്കുക. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും അല്ല, അങ്ങനെ ഒട്ടിക്കുന്ന പല ഗവേഷണ പ്രബന്ധങ്ങളിലും മൗലികതയില്ല, ഒറിജിനാലിറ്റി നോ.
എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് PhD കാർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവരൊക്കെ ഇപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട്. വിവാദമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ നേരത്തെക്കാളും പരിശോധനയൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൗലികത പ്രധാനപ്പെട്ടായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രബന്ധം പരിശോധിച്ചുള്ള പരിശോധന റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം അതിൽ ഓരോ ഈ പരിശോധിച്ച ആളുകൾ എന്താണ് നമ്മുടെ പ്രബന്ധത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഈ മൗലികത അവർ നോക്കും. മറ്റെവിടെ നിന്നെങ്കിലും കൂടുതൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും അതിനൊരു നിശ്ചിത ഒരു അളവുണ്ട്. എന്ന് വെച്ചാൽ ആശയങ്ങൾ കടമെടുക്കാം, പക്ഷേ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ അതൊരു നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എൻകോട്ട് വേണം. അതെ അതെ. അല്ല, ഉന്മേഷിന്റെ പുതിയ തൊഴിൽ സാധ്യത തുറന്നു വരുന്നു. അതിലേക്കെങ്ങാനും പോകാൻ വല്ല സാധ്യത ഉണ്ടോ? അല്ല, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി PhD MPhil തീസിസുകൾ എഴുതി കൊടുക്കപ്പെടും. അയ്യോ, അങ്ങനെ ഇല്ല. ഇല്ല, അതിലേക്കങ്ങ് പോകുന്നില്ല. ഇല്ല. വലിയൊരു ബിസിനസ് ആണ് ഇപ്പൊ അത് ഇന്ത്യയിൽ. അയ്യോ, അത് വേണ്ടല്ലേ? ഓക്കെ, പറയാൻ തുടങ്ങിയ വേറൊരു കാര്യമായിരുന്നു. പക്ഷേ എന്തായിരുന്നു? അധ്യാപന വൃത്തിയെ കുറിച്ചാണ് പറയാൻ വന്നത് അല്ലേ? അധ്യാപനത്തോട് വലിയ താല്പര്യമുള്ള ആളാണ്. അത് പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. ഉന്മേഷ ഒരിക്കലും കുളത്തിൽ ഇറങ്ങിയ പിന്നെ കുളത്തിൽ നിന്ന് കയറാതിരിക്കാൻ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഞാൻ അറിയിച്ചേക്കാം. എന്റെ മണ്ടൂകമേ അവിടെ കിടക്കും അല്ലേ? ഓക്കെ, അപ്പോൾ വിജയകുമാർ ഒരു PhD പോയാലോ? കേരളത്തിലെ താളവടി. അത് പൊളിറ്റിക്കലും അല്ല, ഈ കലാ സാംസ്കാരിക രംഗത്ത് വലിയ സാധ്യതയുണ്ടായിരുന്നു. അത്തരം മേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ വേണമെങ്കിൽ കേരളത്തിലെ എന്താണ് വാദ്യകല സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ വലിയ സാധ്യത. വിജയകുമാർ ശ്രമിച്ചു നോക്കണം. നമുക്ക് ഒരു PhD കാരനെ കൊണ്ട് തികയത്തില്ല. നമുക്ക് കുറച്ചധികം PhD കാർ വേണ്ടല്ലോ ഇവിടെ അല്ലേ? എന്താ ആഷ്മിക എല്ലാ ഐഡിയ വല്ലതും ഉണ്ട്? പഠിച്ചില്ല. അതാണ് അല്ലേ, ആ സമയത്ത് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ. ആഷ്മി, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് ഡോക്ടർ ഉന്മേഷ്. താങ്ക് യു സർ. നന്നായിരിക്കട്ടെ. ഇനി വേണേൽ പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ചെയ്ത് ഒരു PhD കൂടെ നേടിയെടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് അതിന്റെ പേരിൽ ഓഫീസ് വരാതിരിക്കരുത്. ഇത് പ്രമാണിച്ച് ഇല്ല. വീട്ടുകാരൊക്കെ എന്തോ പറഞ്ഞു? അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ലേ, PhD കിട്ടിയെന്ന് പറഞ്ഞു. വീട്ടുകാരെന്താ പറഞ്ഞു? വീട്ടുകാർക്ക് നശിക്കാൻ ഇറങ്ങി തിരിച്ചു അങ്ങനെ പറയും. ഒന്നുമില്ല. സന്തോഷം. എല്ലാവരും ഹാപ്പിയായി. സെലിബ്രേറ്റ് ചെയ്തോ? ഇല്ല, ഇവിടെ തന്നെ നിൽക്കുമല്ലേ. സെലിബ്രിറ്റി ഒന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. മതിയൊന്നും വിളമ്പില്ലല്ലോ? ഇല്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിലും പറയണ്ട, അച്ഛനൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. ഇല്ല.